when it comes to the thyroid diagnostic part എന്ന് പറയുമ്പോൾ തന്നെ സോ ഇറ്റ് ഈസ് ഒരു കുറച്ച് ചിലർക്കെങ്കിലും കുറച്ചൊരു ബിഗ് കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടെന്ന് ഞാൻ പറയുന്നില്ല, ഇറ്റ് മേ ബി നോട്ട് ഫോർ എവ്രി വൺ. കുറച്ചൊക്കെ ഒരു ഇന്റർപ്രിട്ടേഷന്റെ അല്ലെങ്കിൽ ഡയഗ്നോസിന്റെ ഭാഗം വരുമ്പോഴത്തേനും കുറച്ചൊക്കെ ഒന്നും കൂടി ചിന്തിക്കേണ്ട ഒരു അവസ്ഥ ലൈക്ക് വരാറുള്ള ഒരു കാര്യമാണ് തൈറോയിഡ്. ബിക്കോസ് യു കനോട്ട് ഡയഗ്നോസ് anything with a single test or assessing a single hormone. So suppose if you're doing a TSH, you go to do the following test. You go to uh, uh, test the other hormones. You have to then again you have to go increase your testing. You have to go to and test the antibodies and all those things like that. സോ അങ്ങനെ ഒരുപാട് കുറെ കാര്യങ്ങൾ ഉള്ളൊരു ഭാഗം ഒരു പാർട്ടാണ് തൈറോയ്ഡ്. സോ ബേസിക്കലി ഇപ്പൊ തൈറോയ്ഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയാ, ലൈക്ക് എവറി വൺ നോസ് ലൈക്ക് എന്തൊക്കെ ടെസ്റ്റുകളാണ് അതിൽ വരുന്നത്, അത് എന്തൊക്കെ കാര്യങ്ങളാണ് സ്ക്രീനിങ് ടെസ്റ്റുകൾ വരുന്നത്, എന്തൊക്കെയാണ് അതിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ആൻഡ് വാട്ട് ആർ ദ അതർ ഇമ്മ്യൂണോ അസേസ് റിലേറ്റഡ് ടു ദ തൈറോയിഡ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം തൈറോയ്ഡ് ടെസ്റ്റില് ദ ബേസിക് ആൻഡ് ദ പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുന്നത് TSH തന്നെയാണ്. സോ TSH, T3, T4 എന്ന ഈ 3 ഹോർമോൺസ്, അതിൻ്റെ കൂടെ തന്നെ ഫ്രീ T3, ഫ്രീ T4 എന്ന ഹോർമോൺസും, പിന്നെ വരുന്നത് തൈറോയിഡിന്റെ ആന്റിബോഡീസ് ആണ്. സോ തൈറോയിഡ് ആന്റിബോഡീസ് എന്ന് പറയുമ്പോൾ തൈറോ ഗ്ലോബിൻ ആന്റിബോഡീസ് ഉണ്ട്, തൈറോ പെറോക്സിഡേസ് ആന്റിബോഡി അല്ലെങ്കിൽ ആന്റി TPO എന്ന് പറയുന്നത്, പിന്നെ തൈറോട്രോപ്പിൻ റിസെപ്റ്റർ ആന്റിബോഡീസ്, അങ്ങനെ ഒരുപാട് ആന്റിബോഡീസും ടെസ്റ്റുകൾ വരുന്നുണ്ട്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദീസ് ആന്റിബോഡീസ് ടെസ്റ്റ് വി ഹാവ് ഓൾസോ സം അതർ ടെസ്റ്റ് വിച്ച് വർ conventional tests such as radioactive iodine uptake test, TRH stimulation test, പിന്നെ റിവേഴ്സ് T3 ടെസ്റ്റ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടെസ്റ്റാണ് തൈറോഗ്ലോബിൻ ടെസ്റ്റ്. സോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ബേസിക് ആയിട്ട് ഒരു തൈറോയിഡിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ അണ്ടറിൽ വരുന്നത്, വിച്ച് ഈസ് ഫെമിലിയർ ടു ഓൾ ഓഫ് യു, ഐ നോ ദാറ്റ്. സോ അപ്പം ഇവിടെ what when it comes to the laboratory diagnosis, so the നമ്മളൊരു ലബോറട്ടറി ഡയഗ്നോസിസ് ചെയ്യുമ്പോൾ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കീ ഫീച്ചർ എന്ന് പറയുന്നത് ദ മെത്തേഡ് ഓഫ് ചോയ്സ് ആണ്. സോ വിച്ച് മെത്തേഡ് യു ചൂസ്, ഏത് മെത്തേഡാണ് മോർ റിലയബിൾ ആൻഡ് മോർ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു റിപ്പോർട്ട് തരുന്നത്. സോ ആൻഡ് ദ ഡയഗ്നോസിസ് ആൻഡ് എവറിത്തിങ് ചേഞ്ചസ് അക്കോർഡിംഗ്ലി. സോ തൈറോയിഡിന്റെ ഒരു സിനാരിയോയില് നമ്മളിപ്പം ഇത്രയും നമുക്കറിയാം എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ആണ് ചെയ്യുന്നത്. ഇത് എങ്ങനെ ചെയ്യുന്നു എന്നത് ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് ഞാനൊന്ന് എംഫസൈസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. സോ മെത്തേഡിൽ എന്ന് പറയുമ്പോൾ, സോ കൺവെൻഷണൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ വെൻ ഇറ്റ് കംസ് ടു ദ ഹോർമോണൽ അസേ അല്ലെങ്കിൽ അതിന് നമ്മൾ ഇമ്മ്യൂണോ അസേ എന്ന് പറയും. അപ്പം ഇമ്മ്യൂണോ അസേയുടെ കാര്യം വരുമ്പോൾ സാധാരണ ഇപ്പം നമ്മൾ കെമിസ്ട്രി പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്സും ഹോർമോണൽ ടെസ്റ്റുകൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്സും ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. So this category it is called as immunoassay category because ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ കൺവെൻഷണൽ മെത്തേഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇറ്റ് ഇസ് എലൈസ. സോ എലൈസ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഒരു ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ആന്റിജൻ ഉണ്ടാവും, ഒരു ആന്റിബോഡി ഉണ്ടാവും. ആൻഡ് വെൻ ദിസ് ആന്റിജൻ ആൻഡ് ആന്റിബോഡി കമ്പൈൻ, ആന്റിജൻ ആന്റിബോഡി കോംപ്ലെക്സ്, ദെൻ യു വിൽ ബി ആഡിങ് എ കോൺജുഗേറ്റ്. സോ ദാറ്റ് വിൽ ഗിവ് എ കളർ. ആൻഡ് ആ ഒരു റിയാക്ഷൻ നടന്നതിന്റെ സിംബോളിക് ആയിട്ടുള്ള കളർ അതിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യും, വിച്ച് വിൽ ബി പ്രപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ദ അനലൈറ്റ്. സോ ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എലൈസയുടെ ഒരു ബേസിക് ആ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിൾ ആണ് എല്ലാ ഇമ്മ്യൂണോ അസേ ടെസ്റ്റിന്റെയും ബേസിക് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാര്യം. സോ ഇൻ കേസ് ഓഫ് തൈറോയിഡ് ഹോർമോണൽ അസേ അല്ലെങ്കിൽ തൈറോയിഡ് ടെസ്റ്റ് പാനലിന് ദ മെത്തേഡ് വിച്ച് വാസ് ഇനീഷ്യലി എലൈസ and then it is changed to fluorescent immunoassay, then it is changed to radio immunoassay,
chemiluminescent immunoassay, and now it has reached to ECLIA, which is the most popular and the most acceptable method right now. ECLIA is electrochemiluminescent immunoassay. So ഇതിന്റെ ഒക്കെ ബേസിക് ഞാൻ പറഞ്ഞതുപോലെ ഒരു ആന്റിജൻ ആന്റിബോഡി കോംപ്ലെക്സ് ഫോർമേഷൻ ആൻഡ് ദ color development. So that is the basic. So if, for example, if you have to measure TSH in your sample, so you go to add an antibody to the TSH, which can bind to the TSH molecule and form the complex. Now, if we add in the antibody, if it is a fluorescent labeled antibody, if it is labeled with a fluorescent dye, the method will become fluorescent immunoassay. If the antibody is labeled with a radioactive isotope, it will become radioactive immunoassay. So, adana adinte oru change ennu parayunnathu. The basic is the same. So, മുൻപേ യൂസ് ചെയ്ത എലൈസ എന്ന ടെക്നിക്കുകളും പിന്നെ റേഡിയോ ആക്റ്റീവ് ഇമ്മ്യൂണോഅസേ അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് ഇമ്മ്യൂണോഅസേ ഈസ് ഓൾസോ യൂസ്ഡ് റൈറ്റ് നൗ. പക്ഷെ അതിൻ്റെ എല്ലാം ഒരുപാട് ഡ്രോബാക്സും അല്ലെങ്കിൽ ഒരുപാട് ഫോൾസ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് റിപ്പോർട്ട്സിൻ്റെ ഒക്കെ കാരണങ്ങൾ വന്നതുകൊണ്ട് തന്നെ സോ അതെല്ലാം കോപ്പപ്പ് ചെയ്തുകൊണ്ട് റൈറ്റ് നൗ ഏറ്റവും ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടെക്നിക് എന്ന് പറയുന്നതാണ് എക്ലിയ, വിച്ച് ഇസ് ഇലക്ട്രോകെമിലുമിനസെന്റ് ഇമ്മ്യൂണോഅസേ. സോ ഇപ്പോഴത്തെ എല്ലാ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സ്, എല്ലാ ഹയർ എൻഡ് എക്യുപ്മെന്റ്സ്, ഓട്ടോമേറ്റഡ് അനലൈസർ, everything is working on the principle of ECLIA. So the advantage of ECLIA is that, so ECLIA ennu parayumbod again, see, the concept is same. So in your sample, if you are measuring TSH or T3, T4, FT3, FT4, whatever it is, so that is there in your sample, and then you will be adding an antibody. Okay, so the antibody will be coated with biotin. So it is a biotin-related antibody, and then you will be adding a streptavidin microparticle. So ഈ ഒരു ബയോട്ടിനും സ്ട്രെപ്റ്റാവിഡിനും പിന്നെ ബയോട്ടിൻ കോട്ട് ചെയ്ത് ഈ ഒരു ആന്റിബോഡിയും കൂടെ വന്നു കഴിയുമ്പോൾ സാമ്പിളിനുള്ളിലെ TSH അല്ലെങ്കിൽ T3 അതുമായിട്ട് ബൈൻഡ് ചെയ്യും. ആൻഡ് ദ ഇന്ററാക്ഷൻ ഓഫ് ബയോട്ടിൻ ആൻഡ് സ്ട്രെപ്റ്റാവിഡിൻ ഗിവ് എ സോളിഡ് സർഫസ് ഫോർ ദ കോംപ്ലെക്സ് ടു ബൈൻഡ്. അതിനുശേഷം magnetic beads which are there in the reagent will capture the complex, and അതിനുശേഷം then all the unbound and the unwanted things will be washed out. So ഈ ഒരു പ്രൊസീജിയർ നടക്കുന്നത് കൊണ്ട് there are a lot of benefits. Benefits എന്ന് പറയുന്നത് interfering factors are minimal in case of ECLIA because only the antigen antibody complex will bind to the magnetic beads, and rest of the things, everything will be washed out. So there is ultimately no interference, and the hemolysis of the sample, അല്ലെങ്കിൽ high lipemic content, a high bilirubin content, which is icterus sample, none of these will be interfering the test. So അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ട് ഏറ്റവും എല്ലാവരും ഏറ്റവും പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ഒരു മെത്തേഡ് എക്ലിയ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇതാണ് ഇപ്പോഴത്തെ ഒരു തൈറോയ്ഡ് ഹോർമോൺസിന്റെ ഒരു മെത്തേഡ്സ്, എസ്റ്റിമേഷൻ മെത്തേഡ്സിന്റെ ഒരു സിനാരിയോ എന്ന് പറയുന്നത് ഇസ് ദിസ്. ആൻഡ് നൗ വെൻ യു മൂവ് ടുവേർഡ്സ് ടു ദ ടെസ്റ്റിംഗ്, നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഇൻഡിവിജ്വൽ, ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ കുറച്ച് ടെസ്റ്റുകളെല്ലാം എന്യൂമറേറ്റ് ചെയ്തു, വിച്ച് ഇസ് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള കാര്യം തന്നെയാണെന്ന് എനിക്കറിയാം. സോ നൗ വിൽ ഇതിൽ ഈച്ച് വൺ നമ്മൾ നോക്കുകയാണെങ്കിൽ, സോ the first and the most test which everyone prefer is TSH, thyroid stimulating hormone. Thyroid stimulating hormone test prefer ചെയ്യുന്നത് അതിന് രണ്ട് റീസൺസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ബിക്കോസ് യു ക്യാൻ യൂസ് ഇറ്റ് ആസ് എ സ്ക്രീനിങ് ടെസ്റ്റ് ആൻഡ് ഓൾസോ യു ക്യാൻ യൂസ് TSH ടു മോണിറ്റർ ദ ട്രീറ്റ്മെന്റ് എഫിഷ്യൻസി. സോ TSH ഈ രണ്ട് കാര്യങ്ങൾക്കാണ് മെയിൻ ആയിട്ട് TSH ഹെൽപ്ഫുൾ ആവുന്നത്. ബട്ട് അഗെയിൻ യു കനോട്ട് depend only on TSH to diagnose anything, that is also there. അപ്പം ഈ ഒരു എല്ലാ ടെസ്റ്റുകൾക്കും നമ്മൾ യൂസ് ചെയ്യുന്ന സാമ്പിൾ എന്ന് പറയുന്നത് ഹ്യൂമൻ സീറം or even the plasma you can use. Plasma you can use it for only certain machine and certain method. ECLIA can be done in the plasma, which is collected in the EDTA tube.
അല്ലാത്ത എല്ലാത്തിലും ബട്ട് പ്രിഫറബിളി സീറം സാമ്പിൾസ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് ദ വൺ തിങ് വിച്ച് ഹാസ് ടു ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഇസ് ദാറ്റ് ദ പേഷ്യൻറ്റ് ഷുഡ് നോട്ട് ടേക്ക് എനി B7 or the biotin supplements, because biotin supplements അത് മെഡിക്കേഷൻ ആയിട്ടോ ഏത് ഫോമിലാണെങ്കിലും പേഷ്യൻ്റ് എടുക്കുന്നുണ്ടെങ്കിൽ സോ ദാറ്റ് വിൽ ഇൻ്റർഫിയർ ദ ടെസ്റ്റ്. ബിക്കോസ് ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓരോ ടെസ്റ്റും ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇമ്മ്യൂണോഅസ്സേ മെത്തേഡിൽ ബയോട്ടിൻ ഇസ് യൂസ്ഡ് ആസ് എ ബൈൻഡിങ് ഏജന്റ്. അപ്പൊ സാമ്പിളിൽ എക്സസ് ബയോട്ടിൻ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ ഈ ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സിന് ബൈൻഡ് ചെയ്യാൻ സൈറ്റ് ഉണ്ടാവില്ല, ബിക്കോസ് ദിസ് ബയോട്ടിൻ വിൽ കമ്പീറ്റ് ഫോർ ദ ബൈൻഡിങ് സൈറ്റ്. ആ ഒരു കാര്യം ഉള്ളതുകൊണ്ട് ദാറ്റ് ഇസ് ദ ഒൺലി പ്രിക്കോട്ടറി മെഷർ യു ഹാവ് ടു ടേക്ക് വെൻ യു ആർ സെൻഡിങ് എ സാമ്പിൾ ഫോർ തൈറോയ്ഡ് ഇൻവെസ്റ്റിഗേഷൻ. ബിക്കോസ് മുന്നേ ഒന്നും ഈ മറ്റുള്ള മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ബട്ട് റൈറ്റ് നൗ almost all the equipments are performing on CLIA, so this is very important. This is the only thing need to be taken care when you're sending a sample for thyroid analysis. Okay, so that is about the TSH test. When you, and next test എന്ന് പറയുന്നത് T3 and T4 ടെസ്റ്റുകളാണ്. അപ്പൊ T3യും T4ഉം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ട്രൈഐഡോ തൈറോണിൻ ആൻഡ് ടെട്രൈഡോ തൈറോണിൻ. ഈ T3 ടെസ്റ്റുകളിലും T4ലും നമ്മൾ കൺവെൻഷണൽ ആയിട്ട് കണ്ടുവരുന്ന ഒരു TFT തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് TSH, T3, T4. പക്ഷേ അതിലും കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ് FT3 and FT4. FT3, FT4 എന്ന് പറയുന്നത് ഇപ്പം T3 ഹോർമോൺസ് അതിന്റെ ഒരു 19% ഈവൻ T4 ഇസ് ബൗണ്ട് സ്റ്റേജിലാണ്, പ്രോട്ടീനുമായിട്ട് ബൗണ്ട് സ്റ്റേജ് ആണ്. അതിന്റെ വെരി ലെസ് പോർഷൻ വിച്ച് ഇസ് ഓൾമോസ്റ്റ് ഒരു 1% മാത്രമാണ് ഫ്രീ ആയിട്ട് കാണുന്നത്. ആൻഡ് ദിസ് ഫ്രീ hormone is the physically active hormone. Appo estimation of free T3 and free T4 has a very important function, because ബൈൻഡിങ് പ്രോട്ടീൻ, അതായത് നമ്മളിപ്പോൾ ഒരു T4 ബൗണ്ട് T4 അല്ലെങ്കിൽ ബൗണ്ട് T3 മെഷർ ചെയ്യുന്ന സമയത്ത് തൈറോയ്ഡ് ഹോർമോൺ ബൈൻഡ് ചെയ്യുന്ന പ്രോട്ടീന്റെ ആ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആ ഒരു നമ്പർ ഇറ്റ് ക്യാൻ വേരി. It can vary with a lot of physical conditions such as ഇപ്പോൾ പേഷ്യന്റ് ഭയങ്കര ഇൽനെസ് ആണെങ്കിൽ ആ പ്രോട്ടീൻ്റെ കൗണ്ട് കുറയാം. അതുപോലെ പ്രഗ്നൻസിയുടെ കേസിൽ മറ്റെന്തെങ്കിലും മെഡിക്കേഷൻസിന്റെ കേസിലൊക്കെ ആ പ്രോട്ടീൻ്റെ കൗണ്ട് വളരെ കുറയാം. അപ്പൊ അതനുസരിച്ച് ബൗണ്ട് ചെയ്യുന്ന T3, T4 മെഷർ ചെയ്യുമ്പം ദാറ്റ് വാല്യൂ ഓൾസോ വേരീസ്. ബട്ട് whereas the free T3 and free T4 are constant, it will not change or nothing will interfere the value. So that is why this FT3 and FT4 has more significance over the conventional T3 and T4 testing. And അത് കൂടാതെ തന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് FT3 അതുപോലെ തന്നെ FT4 ഹോർമോൺസ് അല്ലെങ്കിൽ അതിൻ്റെ ഈ ടെസ്റ്റുകൾ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു ഡിസ്റ്റിങ്വിഷ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹൈപ്പർ തൈറോയിഡിസം. ഫോർ എക്സാമ്പിൾ, ഇൻ കേസ് ഓഫ് ഗ്രേവ്സ് ഡിസീസ് ആൻഡ് ടോക്സിക് അഡിനോമ, FT3യുടെ വാല്യൂ ഇസ് വേ ഹയർ ദാൻ FT4. അതൊരു ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ഒരു കീ ഫീച്ചറാണ്. And again, in case of multinodular goiter, FT4ന്റെ വാല്യൂ is way greater than FT3. So ഈ ഒരു രണ്ട് ഡിസീസ് കണ്ടീഷൻസ് ഹൈപ്പർ തൈറോയിഡിസം കണ്ടീഷനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടെസ്റ്റാണ് ഫ്രീ T4ഉം ഫ്രീ T3. ബിക്കോസ് ലുക്കിംഗ് അറ്റ് ദ വാല്യൂ വി ക്യാൻ കം ടു ദ കൺക്ലൂഷൻ ഓർ വി ക്യാൻ ഡിസ്റ്റിങ്വിഷ് ദിസ് ടു ഡിസീസസ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ടേബിൾ കാണിച്ചിട്ടുണ്ട് വിച്ച് ഹാസ് TSH അതുപോലെ തന്നെ ഫ്രീ T4ഉം അതുപോലെ ഫ്രീ T3യുടെയും വാല്യൂസ് പ്ലസ് ദ ഡയഗ്നോസിസ്. സോ ഇതിലിപ്പം ബേസിക് ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹൈപ്പോ തൈറോയിഡിസം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ TSH, FT4, FT3 അല്ലെങ്കിൽ ടോട്ടൽ T3 നോർമൽ ആയിട്ടുള്ള കേസിലാണെങ്കിൽ we know it is a normal thyroid function. If TSH is Madam, this is not moving. The slides, the first slide itself is there.
Okay, so 1 second, let me see. I think I'm not able to share the screen. Okay, no problem, Archana. You can continue if it is not working. No issues. Okay, fine. Okay, so that's what we were discussing about the FT3 and FT4 testing. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കൺവെൻഷണൽ T3 T4 ടെസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹൈപ്പർതൈറോയിഡിസം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇൻ കേസ് ഓഫ് ഗ്രേപ്പ് ഡിസീസ് അതുപോലെ തന്നെ ടോക്സിക് അഡിനോമയുടെ കേസിൽ FT3 value will be way higher than FT4, whereas in case of multinodular goiter it will be FT4 it will be very higher compared to FT3. So that is one of the key feature of FT3 and FT4 over T3 T4. അതുപോലെ തന്നെ if you categorize the disease like hypothyroidism, subclinical hypothyroidism or primary hypothyroidism related to thyroid gland and pituitary gland. അപ്പോൾ ഈ ഒരു cause also like whether the hyperthyroidism or hypothyroidism is related to whether it is related to the thyroid or pituitary എന്നൊരു ഡിസ്റ്റിങ്ഷനും FT3 FT4 ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഒരു നോർമൽ തൈറോയ്ഡ് ഫങ്ഷൻ ആണ് എങ്കിൽ ദ TSH FT4 FT3 വിൽ ബി നോർമൽ. ദർ ഇസ് TSHൻ്റെ വാല്യൂ കുറച്ച് ഹൈയും FT3 FT4 നോർമലുമായിട്ടുള്ള കേസാണെങ്കിൽ ഇറ്റ് വിൽ ബി സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം. And if TSH is very high, FT4 is low, FT3 is low or normal ആണെങ്കിൽ primary hypothyroidism related to the thyroid gland. So if TSH high and rest two are normal or low. And if TSH is very low and rest two are normal, it is subclinical hyperthyroidism. And TSH is very low, FT3 FT4 are very high, it is primary hyperthyroidism. TSH is low, FT4 FT3 are also low, are related to they are secondary hypothyroidism related to pituitary gland. ഈ രീതിയിൽ ഹൈപ്പർ അല്ലെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം അത് തൈറോയ്ഡ് ഗ്ലാൻഡ് റിലേറ്റഡ് ആണോ അത് അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് റിലേറ്റഡ് ആണോ എന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു ഫ്രീ T3 ഫ്രീ T4 എസ്റ്റിമേഷൻ വെച്ചിട്ടായിരിക്കും. സോ അത് തന്നെയാണ് ഇത് ഫ്രീ FT3 FT4ൻ്റെ സിഗ്നിഫിക്കൻസ്. ഇപ്പം ടെസ്റ്റ് പാക്കേജുകളാണ് വരുന്നതെങ്കിലും ഇപ്പം TFT എന്നുള്ള ഒരു കൺവെൻഷണൽ പ്രിസ്ക്രിപ്ഷൻ വിട്ടിട്ട് ഓൾമോസ്റ്റ് ഡോക്ടേഴ്സ് എല്ലാവരും ഫ്രീ TFT എന്ന പാക്കേജിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റ് റിക്വസ്റ്റിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. സോ ഫ്രീ TFT. എക്സ്ക്യൂസ് മീ മാഡം അർച്ചന, എക്സ്ക്യൂസ് മീ, ഇപ്പോഴേ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഈ ഒരു റിലേഷൻസ് FT3 ആൻഡ് FT4 വിത്ത് ഡിഫറെൻറ്റ് കണ്ടീഷൻസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ അത് എനിക്കൊന്ന് പലരും ടേക്ക് ഡൗൺ ചെയ്യുമ്പോഴും അത് ഇച്ചിരി ഫാസ്റ്റ് ആയതുകൊണ്ട് പലപ്പോഴും സാധിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ക്യാൻ യു പ്ലീസ് വൺസ് മോർ റിപ്പീറ്റ്? വെരി വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ്. Okay, sir. I will repeat it and I will share the PPT also with you. Okay. ഇപ്പോൾ TSH, FT4 and FT3, all three are normal, implies a normal thyroid function. Now, TSH is very high, FT4 and FT3 are normal. Okay, TSH high, ബാക്കി രണ്ടും normal ആണെങ്കിൽ subclinical hypothyroidism. Okay, it is subclinical hypothyroidism. Then TSH is high, FT4, FT3 are low. Primary hypothyroidism related to thyroid gland. Next comes TSH is low or undetectable and the FT3, FT4 are normal. This is subclinical hyperthyroidism. Then TSH is low, FT4, FT3 are very high. That is primary hyperthyroidism related to thyroid gland. When TSH, FT4, FT3, all three are very low,
It is secondary hypothyroidism related to pituitary gland. And normal TSH or high TSH plus FT3, FT4 are high. That is, all the three hormones are high. Then it is secondary hyperthyroidism related to pituitary gland. So I hope all of you got it. Thank you, ma'am. Thank you. Thank you. Archana, can you repeat that pituitary gland issue once again? Yes, sir. In case of pituitary gland, suppose the TSH, FT4, FT3, all the three hormones are low. It is secondary hypothyroidism. It is secondary hypothyroidism related to pituitary gland. And if all the three hormones are high, it is secondary hyperthyroidism related to pituitary gland. Okay, it's clear now. Okay, sir. Yeah. Okay, So thank shall we you. move? Yeah. So that's about FT3, FT4 and TSH. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു സിഗ്നിഫിക്കൻസ് കൊണ്ട് തന്നെ ഒരുപാട് ഡോക്ടേഴ്സ് ഇപ്പം പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇപ്പം ലാബിലേക്കാണെങ്കിലും നമ്മൾക്കൊക്കെ വരുന്ന ടെസ്റ്റുകൾ ഇൻസ്റ്റഡ് ഓഫ് TFT എന്നൊരു പാക്കേജ് വിട്ടിട്ട് ഫ്രീ TFT എന്നൊരു ടെസ്റ്റ് പാക്കേജ് അല്ലെങ്കിൽ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ഒരുപാട് ഇപ്പം വരുന്നുണ്ട്. സോ ഫ്രീ TFTയിൽ വരുന്ന ടെസ്റ്റുകളാണ് TSH, FT3, FT4. സോ അതിപ്പം കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇപ്പം ഡോക്ടേഴ്സ് അത് പ്രിസ്ക്രൈബ് ചെയ്യാൻ കൂടിയത് തന്നെ ബിക്കോസ് ഓഫ് ദ സിഗ്നിഫിക്കൻസ് ഇറ്റ്സെൽഫ്. അപ്പം ഇതാണ് നമ്മൾ സാധാരണയായിട്ട് കാണുന്ന ഹോർമോൺസ്. നൗ മാഡം, യെസ് മാം. ഹൈപ്പോതൈറോയിഡിസിൽ സാധാരണ TSH കൂടിയിട്ടല്ലേ ഇരിക്കുക? ഹൈപ്പോതൈറോയിഡിസത്തിൽ TSH കൂടിയിട്ടാണ് ഇരിക്കുക. പക്ഷേ ഈ TSHന്റെ കേസിൽ തന്നെ ചില കേസുകൾ, ചില ഹൈപ്പോതൈറോയിഡിസത്തിന്റെ കേസുകളിൽ TSHന്റെ ലെവൽ വളരെ ലോ ആകാം. അത് കാരണം അത് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ തൈറോയ്ഡ് ഹോർമോൺ റീപ്ലേസ്മെന്റ് മെഡിക്കേഷന്, അതായത് പേഷ്യൻ്റ് ഓൾറെഡി മെഡിക്കേഷനിലാണ്, ആ മെഡിക്കേഷൻ കൂടുതൽ ഡോസിലാണ് മെഡിക്കേഷൻ എടുക്കുന്ന കേസിലും TSHന്റെ ലെവൽ വളരെ കുറവ് കാണിക്കാം. ബട്ട് അത് ഹൈപ്പോതൈറോയിഡിസം ആയിരിക്കും ആ പേഷ്യൻറ്റിന്. എഗെയിൻ TSHന്റെ കേസിൽ ഇപ്പം TSH ഹൈ, ബാക്കി രണ്ടും നോർമൽ ആയിട്ടുള്ള കേസുകൾ വരുന്നതിനാണ് ഈ സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം അല്ലെങ്കിൽ സബ് ക്ലിനിക്കൽ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. സോ ഇപ്പം അതാണ് തൈറോയിഡിൻ്റെ ഈ കേസ് വരെ നമ്മൾ ഈ ഒറ്റ ഒരു വേയിൽ ചിന്തിച്ചാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡയഗ്നോസിസ് ശരിക്കും നടത്താൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ നോക്കിയാൽ പേഷ്യൻ്റ് ഹിസ്റ്ററി ഒക്കെ വരുമ്പോഴായിരിക്കും വരുന്നത്. ഇപ്പം മാം ചോദിച്ചു തന്നെ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന TSH ഷുഡ് ബി വെരി ഹൈ. പക്ഷേ TSH വെരി ലോ ആയിട്ടുള്ള കേസസ് ഉണ്ട്. ആ കേസ് എന്ന് പറയുമ്പോൾ മേ ബി ആ പേഷ്യൻറ്റിന് കൊടുക്കുന്ന മെഡിക്കേഷൻ്റെ ഡോസ് ഈസ് റിയലി ഹൈ ആൻഡ് ഇറ്റ് ഈസ് ടൈം ടു കട്ട് ഡൗൺ ദ ഡോസ്. അപ്പം അങ്ങനത്തെ കേസസ് ഒരുപാട് വരാറുണ്ട്. So patient's history and drug history is very important, isn't it? It is very important, sir. It is very important. കാരണം ഇപ്പോൾ ഒരു ചില കേസുകളിൽ തൈറോയിഡ് ഒക്കെ വരുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലാബ് റിപ്പോർട്ട് ഒക്കെ വരുമ്പോൾ മേ ബി TSH ഹൈ ആണ്, ബാക്കി T3, T4 ഒക്കെ ലോ ആണെങ്കിൽ ചിലപ്പോൾ FT4 ഹൈ കാണാം. അങ്ങനെ ഈ ഒരു തൈറോയിഡിന്റെ കേസിൽ വരുമ്പോഴാണ് നമ്മൾ ഈ ശരിക്കും ഒറ്റ ഒരു ഇതിൽ വെച്ച് നോക്കുമ്പോൾ മേ ബി നമ്മൾ പഠിച്ചൊന്നും ഒക്കെ വേറെയാണെന്ന് തോന്നിപ്പോകും. അങ്ങനത്തെ ഒരു കേസസും ഒരുപാട് ഇങ്ങനെ റിപ്പോർട്ടിൽ കണ്ടിട്ടുണ്ട്. സോ ദർ ആർ ലോട്ട് അതർ തിങ്സ് ഓൾസോ നീഡ് ടു ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ വെൻ യു ഡയഗ്നോസ് തൈറോയിഡ്. ഓക്കെ, ഞാനൊന്ന് ഇന്റർഫിയർ ചെയ്തോട്ടെ. ഞാൻ ഡോക്ടർ റിവീഷാണ്. ആ സർ. ആക്ച്വലി നമുക്ക് ഹൈപ്പോതൈറോയിഡിസം ആക്ച്വലി നമ്മൾ മൂന്നായിട്ട് ക്ലിനിക്കലി ക്ലാസിഫൈ ചെയ്യും: പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി. അപ്പോൾ അതിൽ പ്രൈമറി ഹൈപ്പോതൈറോയിഡിസം ദാറ്റ് ഈസ് റിലേറ്റഡ് ഓൺലി ടു ദ തൈറോയ്ഡ് ഗ്ലാൻഡ്, ആൻഡ് വേറെസ് എ സെക്കൻഡറി ദാറ്റ് ഈസ് ഡ്യൂ ടു ദ പിറ്റ്യൂട്ടറി ഡിസ്ഫങ്ഷൻ, ആൻഡ് ടെർഷറി ഇറ്റ് ഈസ് ഡ്യൂ ടു ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി. അതുകൊണ്ടാണ് ആക്ച്വലി ഈ പറയുന്ന FT3, FT4 അതുപോലെ തന്നെ TSH ലോ ആവുന്നത്. സോ അത് നമുക്ക് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ മാഡം പറഞ്ഞത് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കോറിലേറ്റ് ചെയ്യാൻ പറ്റും. Yes sir, definitely. Thank you. Okay. So
ഈ നെക്സ്റ്റ് വരുന്ന ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എബൌട്ട് ദ തൈറോയ്ഡ് ആൻറ്റിബോഡീസ്. അപ്പോൾ തൈറോയ്ഡ് ആൻറ്റിബോഡീസ് എന്ന് പറയുമ്പോൾ വരുന്ന മെയിനായിട്ടുള്ള തൈറോയ്ഡ് ആൻറ്റിബോഡീസ് ആണ് തൈറോയ്ഡ് പെറോക്സിഡേസ് ആൻറ്റിബോഡി, അല്ലെങ്കിൽ അതിനെ TPO ആൻറ്റി TPO എന്ന് പറയുന്ന തൈറോയ്ഡ് പെറോക്സിഡേസ് ആൻറ്റിബോഡി. Then next thyroglobulin antibodies, then thyrotropin receptor antibodies. ഇങ്ങനത്തെ കുറച്ച് ആൻറ്റിബോഡീസ് ആണ് ഇതിൽ വരുന്നത്. സോ ഇത് ബേസിക്കലി നമുക്കറിയാം ഓട്ടോ ഇമ്മ്യൂൺ ബേസിക്സ് ഓഫ് തൈറോയ്ഡ് ഡിസീസ്. അതിന് ഇപ്പം ഹഷിമോട്ടോ തൈറോയിഡൈറ്റിസ്, ഗ്രേവ്സ് ഡിസീസ്, അങ്ങനത്തെ ഓട്ടോ ഇമ്മ്യൂൺ ബേസിൽ വരുന്ന തൈറോയ്ഡ് ഡിസീസസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻസ് ആണ് തൈറോയ്ഡ് ആൻറ്റിബോഡി ടെസ്റ്റ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഇഫ് യു ടേക്ക് തൈറോയ്ഡ് പെറോക്സിഡേസ് ആൻറ്റിബോഡി ഓർ TPO ആൻറ്റിബോഡി വിച്ച് ഇസ് ഈ ഒരു ആൻറ്റിബോഡി ടെസ്റ്റുകളിൽ വെച്ചിട്ട് കൂടുതലും വരാറുള്ള അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ പ്രിസ്ക്രൈബ് ചെയ്യാറുള്ള ഒരു ടെസ്റ്റാണ് ആൻറ്റി TPO. എഗെയിൻ ആൻറ്റി TPO ഈസ് ഓൾസോ ഡൺ ബൈ എക്ലിയ മെത്തേഡ്. റൈറ്റ് നൗ എക്ലിയ മെത്തേഡ് ആണ് ഓൾമോസ്റ്റ് എല്ലാ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഒരു ഇൻസ്ട്രുമെൻറ്റിലും ഇപ്പോൾ ഹൈലി പ്രിഫറബിൾ ആയിട്ടുള്ള മെത്തേഡ്. So we all know that thyroid peroxidase അതൊരു enzyme which is needed for the production of thyroid hormone. അപ്പോൾ ഈ ആൻറ്റിബോഡി ദിസ് thyroid peroxidase antibody, that is the TPO antibody, it will interfere with the function of enzyme. So അതാണ്, ആൻഡ് ദിസ് വിൽ ലീഡ്സ് ടു ദ ഇംപ്രോപ്പർ സിന്തസിസ് ഓഫ് ദ ഹോർമോൺ. അപ്പം ഹഷിമോട്ടോ തൈറോയിഡൈറ്റിസിൻ്റെ കേസിലാണ് TPO ആൻറ്റിബോഡീസ് ആർ highly elevated. Then we have thyroglobulin antibody. അപ്പോൾ thyroglobulin എന്ന് പറയുമ്പോഴും which is a protein made by the thyroid gland. So ഈ ഒരു thyroglobulin antibodies which നമ്മുടെ human serum if it is presenting the level is elevated, which implies that the thyroid gland, the thyroid has been damaged. There is something wrong with the synthesis, and there is something, some damages have occurred to the thyroid gland. So that is the thyroglobulin antibody. പിന്നെ വരുന്നതാണ് തൈറോട്രോപ്പിൻ റിസപ്റ്റർ ആൻറ്റിബോഡി. ഇപ്പോൾ തൈറോട്രോപ്പിൻ റിസപ്റ്റർ ആൻറ്റിബോഡീസിൽ വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ആൻറ്റിബോഡിയാണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഇമ്യൂണോഗ്ലോബുലിൻ ആൻറ്റിബോഡീസ്. അപ്പം ഈ ഒരു തൈറോയ്ഡ് ട്രോപ്പിൻ റിസപ്റ്റർ ആൻറ്റിബോഡീസ് യൂഷ്വലി നമ്മുടെ തൈറോയ്ഡ് റിസപ്റ്റർ സെൽസിൽ ബൈൻഡ് ചെയ്യും. സോ ഈ ഒരു തൈറോയ്ഡ് റിസപ്റ്റർ സെൽസ് യൂഷ്വലി ആക്ടിവേറ്റ് ചെയ്യുന്നത് TSH ആണ്. അപ്പോൾ TSH ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഈ റിസപ്റ്റർ സെൽസിനാണ് അത് ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് ബൈൻഡ് ചെയ്യും ആൻഡ് ഇറ്റ് വിൽ മിമിക് ആസ് TSH. അപ്പോൾ TSH ആയിട്ട് അത് മിമിക് ചെയ്യുന്നത് കൊണ്ട് തന്നെ what happens is that thyroid glandനെ കൂടുതൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യും. So the stimulation will go high and it promote the release too much thyroid hormones into the bloodstream. So അതാണ് ബേസിക് ആയിട്ട് ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം. അപ്പം എന്തിനാണ് നമുക്കിപ്പോൾ ഓൾറെഡി തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് അല്ലാതെ ഹോർമോണൽ അസേസ് ഓൾറെഡി ഉണ്ട്. ദെൻ വൈ ഡു വി ഹാവ് ടു ഡു ദിസ് തൈറോയ്ഡ് ആൻറ്റിബോഡി ടെസ്റ്റ് എന്നൊരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം തൈറോയ്ഡ് ആൻറ്റിബോഡി ടെസ്റ്റ്, തൈറോയ്ഡ് ആൻഡ് തൈറോയ്ഡ് ഹോർമോൺ ടെസ്റ്റ് ബോത്ത് വിൽ ഹെൽപ്പ് us ടു ഡയഗ്നോസ് ദ കോമൺ തൈറോയ്ഡ് ഡിസോർഡേഴ്സ്. പക്ഷേ ഇവിടെ തൈറോയ്ഡ് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, like all of you know, and the thyroid hormones are made by the gland which is the part of the endocrine system. അപ്പോൾ തൈറോയ്ഡ് ഹോർമോൺ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഫങ്ഷൻ്റെ സ്റ്റേറ്റസ് വി ക്യാൻ ഡെഫിനറ്റ്ലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ദ റൂട്ട് കോസ് ഓഫ് ദ ഡിസീസ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ടെസ്റ്റാണ് ആൻറ്റിബോഡി ടെസ്റ്റ്, തൈറോയ്ഡ് ആൻറ്റിബോഡി ടെസ്റ്റ്. സോ എപ്പോഴാണ് ലൈക്ക് വെൻ ഷുഡ് സമ്മൺ ഗെറ്റ് ടെസ്റ്റിംഗ് ഫോർ ദ തൈറോയ്ഡ് ആൻറ്റിബോഡി, അല്ലെങ്കിൽ ഏതൊക്കെ കേസസിലാണ് ഇപ്പോൾ ഒരു തൈറോയ്ഡ് ആൻറ്റിബോഡിയുടെ ടെസ്റ്റുകൾ പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, വൺ ഇസ് സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം. ഇപ്പോൾ സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ കേസിൽ TSH ഇസ് വെരി ഹൈ, T4 ഇസ് നോർമൽ. ഇങ്ങനത്തെ ഒരു കേസിലും TPO ആൻറ്റിബോഡീസ്
പ്രിഫർ ചെയ്യാറുണ്ട് ടു പ്രെഡിക്റ്റ് വെദർ ദ ഹൈപ്പോതൈറോയിഡിസം വിൽ പ്രോഗ്രസ് ഫ്രം ബീങ് സബ് ക്ലിനിക്കൽ ടു ദ വേഴ്സൺ സ്റ്റേജ്. ആ ഒരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി TPO ചെയ്യാറുണ്ട്. അഗെയിൻ ഇൻ കേസ് ഓഫ് ഗോയിറ്റർ, ടു ഡിസ്ക്രൈബ് ദ ഗോയിറ്റർ, what happens is in case of goiter is also TPO antibody is recommended. Then hyperthyroidism, if the cause is not obvious, അങ്ങനെ ഇതിൻ്റെ കോസ് മനസ്സിലാക്കാത്ത ഒരു സമയത്തും they prefer antibody testing, and also antibody testing are done to monitor after the thyroid cancer treatment. So thyroid cancer treatment efficiency മനസ്സിലാക്കാൻ കൂടി ആൻറ്റിബോഡി ടെസ്റ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ഈ ആൻറ്റിബോഡി ടെസ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തൈറോയ്ഡ് പെറോക്സിഡേസ് ആൻറ്റിബോഡി, TPO ആൻറ്റിബോഡി, ഇറ്റ് ഈസ് പേഷ്യൻറ്റ് ഡയഗ്നോസ്ഡ് വിത്ത് ഹൈപ്പോതൈറോയിഡിസം ഡയഗ്നോസ് ചെയ്ത പേഷ്യൻസിന് ദേ മേ പ്രിഫർ TPO ടെസ്റ്റ്. അപ്പം ആൻറ്റിബോഡി ടെസ്റ്റ് എല്ലാവർക്കും അറിയുന്നത് ഇറ്റ് ഈസ് എലിവേറ്റഡ് ഇൻ ഹഷിമോട്ടോ തൈറോയിഡൈറ്റിസ്, and it is elevated in with the Graves' disease. Then thyroglobulin antibody is usually elevated in patient with autoimmune thyroid disorders. It is not tested in case of Hashimoto's and Graves' disease. So Hashimoto's case anti-TPO ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് തൈറോട്രോപ്പിൻ റിസപ്റ്റർ ആൻറ്റിബോഡിയുടെ കേസിൽ, സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന റിസപ്റ്റർ ആൻറ്റിബോഡി എന്ന് പറയുന്നത് TSH റിസപ്റ്റർ ബൈൻഡിങ് ഇൻഹിബിറ്റർ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന ആൻറ്റിബോഡീസ് ആണ് അതിൽ കൂടുതൽ പ്രിഫർ ആയിട്ട് ടെസ്റ്റ് ചെയ്തത്, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. സോ ഈ രണ്ട് ആൻറ്റിബോഡീസ് ആയിരിക്കും തൈറോട്രോപ്പിൻ റിസപ്റ്റർ ആൻറ്റിബോഡിയുടെ കേസിൽ കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്ന ആൻറ്റിബോഡീസ്. സോ ദ ബേസിക്കലി ആൻറ്റിബോഡി ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ഒരു ഇതിൻ്റെ ഒരു ഡിസീസിൻ്റെ ഒരു റൂട്ട് കോസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടെസ്റ്റാണ് ആൻറ്റിബോഡി ടെസ്റ്റ്. അപ്പോൾ എല്ലാ ആൻറ്റിബോഡി ടെസ്റ്റ്, അത് തൈറോഗ്ലോബിൻ ആൻറ്റിബോഡി ആയാലും TPO ആൻറ്റിബോഡീസ് ആയാലും, ദ മെത്തേഡ് ഓഫ് ചോയ്സ് റൈറ്റ് നൗ ഇസ് ECLIA, which is electrochemiluminescent immunoassay. Okay, and next comes another important laboratory investigation is again thyroglobulin. So thyroglobulin is usually done for a patient with a history of papillary or follicular thyroid cancer. So ഈ രണ്ട് ടൈപ്പ് തൈറോയ്ഡ് ക്യാൻസറിൻ്റെ ഒരു കോമൺ ടൈപ്പ് ഓഫ് തൈറോയ്ഡ് ക്യാൻസറിൻ്റെ കേസിലാണ് തൈറോഗ്ലോബുലിൻ ടെസ്റ്റ് കൂടുതൽ പ്രിഫർ ചെയ്തത്. സോ അഗെയിൻ ഈ ഒരു ടെസ്റ്റിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് തന്നെ വൺ ഇസ് ടു മോണിറ്റർ ദ റിക്കറൻസ് ഓഫ് ദ ഡിസീസ്, ദെൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇവാലുവേഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടും പ്രോഗ്നോസിസിൻ്റെ കേസിലും തൈറോയ്ഡ് ഗ്ലോബുലിൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അഗെയിൻ നേരത്തെ ഞാൻ മെൻഷൻ ചെയ്തതുപോലെ തന്നെ തൈറോഗ്ലോബുലിൻ ആൻറ്റിബോഡീസ് ആർ ഓൾസോ അവൈലബിൾ. സോ ഈ തൈറോഗ്ലോബുലിൻ ആൻറ്റിബോഡീസും thyroglobulin testum, it is both are done together in order to have a proper diagnosis. So thyroglobulin test measure the thyroglobulin protein in the bloodstream, whereas thyroglobulin antibody test detect the thyroglobulin antibodies which are produced by the immune system. So ഈ രണ്ട് ടെസ്റ്റുകളും it is done together or a proper diagnosis വേണ്ടി thyroglobulin and the antibody test are being performed. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ഒരു ടെസ്റ്റുകളാണ് മെയിനായിട്ടും കുറച്ച് അഡ്വാൻസ് ആയിട്ട് കറൻ്റ്ലി കൂടുതലും റിക്വസ്റ്റ് വരുന്ന, അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ഡോക്ടേഴ്സ്, മോഡേൺ മെഡിസിൻ്റെ ഡോക്ടേഴ്സ് ആണെങ്കിലും അവർ പ്രിസ്ക്രൈബ് ചെയ്ത് കാണുന്നത്. സോ ഇതല്ലാണ്ടും കുറച്ച് ടെസ്റ്റുകൾ തൈറോയിഡിൻ്റെ കേസിലുണ്ട് വിച്ച് ആർ കൺവെൻഷണൽ ടെസ്റ്റ്. ഇപ്പോൾ മേ ബി ചിലർ യൂസ് ചെയ്യുന്നുണ്ടാവാം. സോ അതിൽ which is another, but it is very very important test എന്ന് പറയാവുന്ന ഒന്ന് റേഡിയോ ആക്റ്റീവ് അയഡിൻ അപ്ടേക്ക് ടെസ്റ്റ് ആണ്. സോ ഈ റേഡിയോ ആക്റ്റീവ് അയഡിൻ അപ്ടേക്ക് ടെസ്റ്റ് 6 and 24 hours അങ്ങനെ
ടൈമിങ്ങിൽ മെഷർ ചെയ്യുന്ന ടെസ്റ്റ് അവൈലബിൾ ആണ് ഫോർ 6 hours ആസ് വെൽ ആസ് ഫോർ ദ 24 hours. സോ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ റേഡിയോ ആക്റ്റീവ് അയഡിൻ അപ്ടേക്ക് ടെസ്റ്റ് ഇറ്റ് മെഷർ ദ അപ്ടേക്ക് ഓഫ് ദ അയഡിൻ ബൈ ദ തൈറോയ്ഡ് ഗ്ലാൻഡ്. സോ ദ പേഷ്യൻറ്റിന് ഒരു സ്മോൾ ഡോസ് ഓഫ് റേഡിയോ ആക്റ്റീവ് അയഡിൻ ഈസ് ഗിവൺ ബൈ ദ മൗത്ത് and later after 24 hours the gland is scanned to estimate how much of the iodine has been taken up by the thyroid. So that is the radioactive iodine uptake test. And next is thyroid releasing hormone stimulation test. So thyroid releasing hormone stimulation case അത് ചില റെയർ കേസസിൽ ദാറ്റ് ഈസ് ഒരു സാറ് മുന്നേ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഹൈപ്പോതൈറോയിഡിസം ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഡിസീസ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ലെങ്കിൽ ഹൈപ്പോതലാമസ്. ഈ ഒരു കേസിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് തൈറോയ്ഡ് റിലീസിങ് ഹോർമോൺ സ്റ്റിമുലേഷൻ ടെസ്റ്റ്. സോ എന്ത് സംഭവം നോർമലി തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ is secreted by the hypothalamus in response to reduce the thyroid hormone levels, so that everyone knows to further stimulate the pituitary gland to release the TSH. പക്ഷേ in case of thyroid releasing hormone stimulation test ഒരു intravenous dose of TRH will be given to the patient and TSH level അത് കഴിഞ്ഞിട്ടുള്ള TSH level ആയിരിക്കും മെഷർ ചെയ്യുന്നത്. സോ ഒരു നോർമൽ റെസ്പോൺസിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ തൈറോയ്ഡ് TRH അഡ്മിനിസ്ട്രേറ്റ് ചെയ്തതിന് ശേഷം TSHൻ്റെ ലെവല് ആക്ച്വലി ഇൻക്രീസ് ചെയ്യണം. ഇറ്റ് ഷുഡ് റൈസ് സബ്സ്റ്റാൻഷ്യലി വിത്തിൻ 20 minutes. അതായത് ഒരു 5 to 30 മില്ലി യൂണിറ്റ്സ് പെർ ലിറ്ററിലേക്ക് TSHൻ്റെ ലെവല് ഇൻക്രീസ് ചെയ്യണം if it is a normal response after administrating TRH. So if it is not happening, that will then it shows there is something is wrong with the hypothalamus to generate the signals or the TRH hormone stimulation or the release of the hormone, or again and also for the signals to the pituitary gland. So ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് TRH stimulation test യൂഷ്വലി ചെയ്യാറ്. പിന്നെ വരുന്ന ഒരു ടെസ്റ്റ് എന്ന് പറയുന്നതാണ് ഒരു റിവേഴ്സ് T3 ടെസ്റ്റ്. റിവേഴ്സ് T3. സോ റിവേഴ്സ് T3 എന്ന് പറയുന്നത് ശരിക്കും T3 ഹോർമോണിൻ്റെ ഇനാക്റ്റീവ് ഫോമാണ്. സോ ദിസ് ഈസ് നോർമലി പ്രൊഡ്യൂസ്ഡ് ഇൻ തൈറോയ്ഡ് ഗ്ലാൻഡ് ആസ് എ ബൈ പ്രൊഡക്റ്റ് ഓഫ് തൈറോയ്ഡ് ഹോർമോൺ ഫോർമേഷൻ. സോ ഈ ഒരു ടെസ്റ്റ് ഈസ് റെക്കമെൻഡഡ്. അതൊരു ഡിഫറൻഷിയേറ്റിംഗ് തൈറോയ്ഡ് ഡിസീസ് is from a manifestation of non-thyroid. ഒരു തൈറോയ്ഡ് ഡിസീസിനെ നോൺ തൈറോയ്ഡ് ഡിസീസിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാറുള്ളൊരു ടെസ്റ്റാണ് റിവേഴ്സ് T3 ടെസ്റ്റ്. സോ ഓൾ ദീസ് ആർ കൈൻഡ് ഓഫ് കൺവെൻഷണൽ ടെസ്റ്റ്. ഇതിൽ വേറൊരു കൺവെൻഷണൽ ടെസ്റ്റ് ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ T3 resin uptake test. So T3 resin uptake test, it is not being used nowadays. So it is used to estimate the proportion of T4 and the T3 which are bound to the protein. So ഇതാണ് T3 resin uptake test. So ഇത്രയും ടെസ്റ്റുകളിൽ ഇപ്പം ഞാൻ കുറച്ച് കൺവെൻഷണൽ ടെസ്റ്റുകളുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഇപ്പോൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്ത് കണ്ടുവരുന്ന കുറച്ച് ടെസ്റ്റുകളുടെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഈ ഒരു തൈറോയ്ഡ് ഇൻവെസ്റ്റിഗേഷനിൽ വന്നിരിക്കുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു കാര്യം, സോ nowadays lot of POCT devices, that is point of care testing devices are available. അതിപ്പോൾ വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻറ്റിന് അവർക്ക് ബെഡ് സൈഡിൽ തന്നെ ടെസ്റ്റുകൾ പെർഫോം ചെയ്യാൻ പറ്റുന്ന ലോഡ് ഓഫ് മെഷീൻസ് ആർ അവൈലബിൾ നൗവേഡേയ്സ്. സാധാരണ നമ്മളിപ്പോൾ ലാബിലൊക്കെ ചെയ്യുന്നത് നമ്മൾ വലിയ മെഷീൻസിൽ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മെഷീൻസിന് ചെയ്യാവുന്ന തൈറോയ്ഡ് ടെസ്റ്റുകൾ ഇപ്പോൾ ചെറിയ ചെറിയ മെഷീൻസ് വിച്ച് ആർ പോർട്ടബിൾ ആയിട്ടുള്ള മെഷീൻസും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള ചില മെഷീൻസ് ഇപ്പം മൾട്ടി പാരാമെട്രിക് POC അനലൈസർ, അതുകൊണ്ട് കാർഡിയോവാസ്കുലർ ഡിസീസ് POCT അനലൈസർ, മൾട്ടി പാരാമെട്രിക് POC അനലൈസർ, ട്രാൻസ്കാൻഡ് ഒക്കെ POC അനലൈസേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. സോ ഈ ഒരു POCT ഡിവൈസസിലൊക്കെ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഫ്ലൂറസെന്റ് ഇമ്മ്യൂണോ അസേ മെത്തേഡ് ആയിരിക്കും ടു ഡിറ്റക്ട് ദ തൈറോയ്ഡ്. വേറസ് ഏറ്റവും
ഇപ്പോൾ ഫുള്ളി ഓട്ടോമേറ്റഡ് അനലൈസേഴ്സ്, ഫോർ എക്സാമ്പിൾ ഇഫ് യു ടേക്ക് ബാക്ക്ബൺ ക്വിൽട്ടർ അല്ലെങ്കിൽ റോഷ് കൊബ, സീമെൻസ്, അബോട്ട്, അങ്ങനെയുള്ള എല്ലാ ഹയർ എൻഡ് മെഷീൻസിലും കറൻ്റ്ലി ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എക്ലിയ മെത്തേഡ്സ് ആണ്, ഇലക്ട്രോകെമി ലൂമിനിസൻ മെത്തേഡ്. അത് ഫോളോ ചെയ്യുന്നത് അതിൻ്റെ ഞാൻ മുന്നേ പറഞ്ഞ മറ്റു മെത്തേഡിനെ അപേക്ഷിച്ചുള്ള അതിൻ്റെ ഈസിനെസ്സും അതുപോലെ തന്നെ comparatively less cost and also interfering substance വളരെ കുറവായതുകൊണ്ടാണ് റൈറ്റ് നൗ ഈ ഒരു മെത്തേഡ് പ്രൊമോട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു തൈറോയ്ഡ് ടെസ്റ്റിൻ്റെ ഇപ്പോൾ ഒരു പ്രിസ്ക്രിപ്ഷനിൽ തന്നെ വരുമ്പോൾ തൈറോ 7 എന്നൊരു തൈറോയ്ഡ് പാക്കേജ് ഇപ്പോൾ കൂടുതൽ അലോപ്പതി ഡോക്ടേഴ്സൊക്കെ തൈറോ 7 എന്നൊരു പാക്കേജ് അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റിംഗ് പാറ്റേണും പ്രിസ്ക്രൈബ് ചെയ്ത് വരുന്നത് കാണാറുണ്ട്. സോ തൈറോ 7 എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 7 ടെസ്റ്റുകൾ വരും. അതിപ്പോൾ TSH, T3, T4, FT3, FT4, അത് കൂടാതെ തന്നെ ആൻറ്റി TPO, തൈറോഗ്ലോബിൻ. സോ ഇത്രയും ടെസ്റ്റുകളുടെ ഒരു പാക്കേജ് പോലെ തൈറോ 7 എന്ന ഒരു ടെസ്റ്റിംഗ് പാറ്റേണും ഹൈലി പ്രൊമോട്ട് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. സോ ഓൾമോസ്റ്റ് ഒരു 2500 വർത്ത് വരുന്ന ടെസ്റ്റുകളാണ്. സോ ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ 1000 or 1500 ഫോർ ദ പേഷ്യൻറ്റ്. അപ്പോൾ ആ ഒരു രീതിയിൽ തൈറോ 7 എന്നൊരു രീതിയിലും ടെസ്റ്റ് പാക്കേജസ് പ്രിസ്ക്രൈബ് ചെയ്ത് വരാറുണ്ട്. ഈ ഒരു റീസെൻ്റായിട്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് തൈറോയിഡിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ദാറ്റ് ഐ വോണ്ടഡ് ടു ഷെയർ. സോ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം. ഓൺലി തിങ് ഇപ്പോഴത്തെ ഒരു മെത്തേഡ് ഓഫ് ചോയ്സും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റിയത് ഞാൻ വിശ്വസിക്കുന്നു. സോ ഐ തിങ്ക് that's it for today. So I hope it was a useful session and thank you so much. No, So no doubt it is a very useful session, but I think we can give over 10-15 minutes for a doctor just to clarify any doubts they are having. Any doubts they can convey with now, if you don't mind. yes sir, no issues, they can ask. And somebody is asking me for the PPT. I will share to Manoj sir, and from sir you can circulate to others whoever needed the PPT. Okay, thank you. Definitely we'll do something for that. Yeah, sir, I'll share the PPT to you. So I'm getting some of the messages. Yeah. Okay, I will do needful for them. Okay. Today's session was very informative, definitely. Thank you, sir. It cleared some doubts regarding that secondary hypo and hyperthyroidism. Thank you very much. Thank you, sir. Thank you so much. Hello. Yes, Hello. Dr. Sajana, you can ask. Ma'am, you said to stop the biotin before asking the patient to do the test. So how many days should we ask to stop? 2 days, ma'am. Minimum 2 days. തൈറോട്രോപ്പിൻ റിസപ്റ്റർ ആന്റിബോഡി എന്തിന്റെ ഡയഗ്നോസിന് വേണ്ടിയുള്ളതാണ്? തൈറോട്രോപ്പിൻ റിസപ്റ്റർ ആൻറ്റിബോഡീസിൽ വരുമ്പം അതായത് ഒരു കാര്യമില്ല മാം. മെയിൻലി ഇപ്പോൾ എനിക്ക് പറയുകയാണെങ്കിൽ ഗ്രേവ്സ് ഡിസീസിൻ്റെ കേസിൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഇമ്മ്യൂണോഗ്ലോബുലിൻ, തൈറോട്രോപ്പിൻ റിസപ്റ്റർ ആൻറ്റിബോഡീസിൻ്റെ അണ്ടറിൽ വരുന്ന മെയിനായിട്ടുള്ള കുറച്ച് ആൻറ്റിബോഡീസ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദ ആൻറ്റിബോഡി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റിബോഡീസ് ആണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ആൻറ്റിബോഡീസ്. സോ ഇൻ കേസ് ഓഫ് ഗ്രേവ്സ് ഡിസീസിൽ എന്തുകൊണ്ടാണ് കൂടുതൽ ഹോർമോൺ സ്റ്റിമുലേഷൻ വരുന്നതിന് ഒരു കാരണം ഈ ഒരു തൈറോട്രോപ്പിൻ റിസപ്റ്റർ ആൻറ്റിബോഡി, അതിൽ തന്നെ ഈ സ്റ്റിമുലേറ്റിംഗ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ആൻറ്റിബോഡി റിസപ്റ്റർ സെല്ലിൽ ബൈൻഡ് ചെയ്യും. സോ റിസപ്റ്റർ സെല്ലിൽ ബൈൻഡ് ചെയ്യുമ്പോൾ അത് TSH ആയിട്ട് മിമിക് ചെയ്യും. സോ ആക്ച്വലി തൈറോയ്ഡ് ഗ്ലാൻഡിന് അത് TSHൻ്റെ ആയിട്ട് മിമിക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗ്ലാൻഡിനെ കൂടുതൽ ഹോർമോൺസ് സിന്തസൈസ് ചെയ്യാൻ അത് സ്റ്റിമുലേറ്റ് ചെയ്യും. സോ ആസ് ദ റിസൾട്ട് ഓഫ് ദാറ്റ് ദ ഹോർമോൺ പ്രൊഡക്ഷൻ വിൽ ഗോ റിയലി ഹൈ. സോ അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ഒരു ഡയഗ്നോസിസ് എന്ന് പറയുന്നത് തൈറോട്രോപ്പിൻ റിസപ്റ്റർ ആൻറ്റിബോഡീസിൻ്റെ കേസിൽ. സെക്കൻഡറി ഹൈപ്പോതൈറോയിഡിസം റിലേറ്റഡ് പിറ്റ്യൂട്ടറിയുടെ മെസ്സേജ് വരുന്നുണ്ടായിരുന്നു. സോ ബേസിക്കലി പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ സെക്കൻഡറി ഹൈപ്പോതൈറോയിഡിസം അല്ലെങ്കിൽ ഇത് പറയുന്നത് എന്ന് വെച്ചാൽ TSHൻ്റെ ലെവൽ ഇഫ് TSH, FT3, FT4 all three are low, that implies secondary hypothyroidism related to pituitary gland. ഇനി TSH നോർമൽ ഹൈ ആണ്, FT3യും ഹൈ ആണ്, FT4ഉം ഹൈ ആണെങ്കിൽ സെക്കൻഡറി ഹൈപ്പർ തൈറോയിഡിസം റിലേറ്റഡ് ടു പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. മാം ഹലോ മാം അവിടെ യുനോംഡ് ലാബ് എന്ന് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളെ ഇംപ്രഷൻ ഇതുപോലെ തന്നെ കൊടുക്കുമോ? ജസ്റ്റ് ഹൈപ്പോതൈറോയിഡിസം അല്ലെ ഹൈപ്പർ തൈറോയിഡിസം എന്ന് മാത്രം ഇതാണ്ട് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടിൽ മാം ഡെഫിനറ്റ്ലി ഇപ്പം നമുക്കൊരു ടെസ്റ്റ് റിപ്പോർട്ടിൽ വരുമ്പോൾ അതിൻ്റെ നോർമൽ റേഞ്ചസും അതിൻ്റെ വാല്യൂസും ഉണ്ടാവും, പിന്നെ താഴെ സിഗ്നിഫിക്കൻസും അതിൽ തന്നെ കൊടുക്കുന്നുണ്ടാവും. ആ ടെസ്റ്റിൻ്റെ ഹൈ ലോ അതിൽ വരുന്ന സിഗ്നിഫിക്കൻസ്, ഇപ്പം അതിൻ്റെ ഡയഗ്നോസ്റ്റിക് സിഗ്നിഫിക്കൻസും റിപ്പോർട്ടിൻ്റെ കൂടെ തന്നെ കൊടുക്കും മാം, യൂഷ്വലി നമ്മൾ ടെസ്റ്റ് റിപ്പോർട്ട് റിലീസ് ചെയ്യുമ്പോഴും. ഓക്കെ. ഹലോ 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 ഐ ആം ഡോക്ടർ ചന്ദ്രബാനു. എൻ്റെ ഒരു ഡൗട്ട്, ഈ തൈറോഗ്ലോബുലിൻ ഈ ലോവസ്റ്റ് ലെവലിൽ ആകെ ഒരു ലോവർ ഇതിലേക്ക് ഒരു ഡിപ്രഷൻ നന്നായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെന്താണെന്ന് നമുക്കുള്ള ഒരു സിഗ്നിഫിക്കൻസ്? നോ അതർ സിംറ്റംസ് ആർ പ്രസന്റ് ഫോർ യുവർ പേഷ്യൻസ്. അപ്പം നമുക്ക് എന്തായിരിക്കും അതിൽ കിട്ടാവുന്ന ഒരു when thyroglobulin is very low. Okay, sir. T3, T4, TSH is normal, but only Yes. thyroglobulin is in the lower level. Okay, sir. അത് I don't think like എനിക്കിതിനിപ്പോൾ ഒരു കറക്റ്റഡ് ആൻസർ തരാൻ പറ്റും. I don't think I have adequate knowledge. What I think is thyroglobulin it is actually used as a tumor marker. സോ ഒരു ബേസിക് ആയിട്ടും ഈ രണ്ട് ക്യാൻസറിന്റെ കേസിലുള്ള ഒരു ഡിഫറൻഷിയേഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതൊരു നോർമൽ റേഞ്ചിലാണെങ്കിൽ പോലും ഇറ്റ്സ് ഇൻ ദ ഹയസ്റ്റ് നോർമൽ റേഞ്ച് എന്ന് നമുക്ക് പറയാം. അപ്പം നമ്മൾ അത് വെച്ച് അവർ പേഷ്യൻ്റെ ഇപ്പോൾ എല്ലാം ദേ ആർ ഓൾ അവെയർ അബൌട്ട് ദിസ് നോ. അപ്പോൾ അവർ പോയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഇത് ക്യാൻസർ ട്യൂമർ മാർക്കാണെന്ന് അവർക്ക് അറിയാം. അപ്പോൾ ദേ വിൽ ഗോ ഇൻടു പാനിക് നോ. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പം ജസ്റ്റ് നമ്മളൊരു എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് വേറെ സിംറ്റംസ് ഒന്നുമില്ല. ഓൺലി തിങ് നമ്മളൊരു ജസ്റ്റ് ഒരു ഇത് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ടൊന്ന് പാസേജ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതെ. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായല്ലേ? ഞാൻ അതിന്റെ ഒരു പ്രോപ്പർ ഇൻഫർമേഷൻ അതിന്റെ ക്ലിയർ കട്ട് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഡോക്ടർ മനോജിനെ ഇത് ചെയ്താലും മതി. ഓക്കെ, യെസ് ഡെഫിനറ്റ്ലി അതിന്റെ ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഞാൻ ചെക്ക് ചെയ്തിട്ട് അതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എനിക്കതിന്റെ പ്രോപ്പർ എനിക്ക് ഉറപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. So, Archana, I think now we can about to wind up the session, I think. Yes, sir. Archana, you are a very good teacher. Thank you, sir. I studied in Father Muller's Homeopathy, Father Muller's Medical College, no? MSc, Yes. MLT. Okay. You worked there, you were a staff there, no? Yes, I was lecturer. Lecturer in the biochemistry department. Yes, sir. Okay. യെസ്, ഗുഡ് സെഷൻ, ഇൻഫോർമേറ്റീവ്. Thank you, ma'am. Thank you so much. താങ്ക് യു അർച്ചന. Yeah. Thank you. Thank And you, all sir. doctors, please send your feedback so that I can convey to Archana. And personally, I am very thankful to Archana for your very, very informative session. Some doctors, I think, may be late to join the session, but it was very, very informative session, very good session. And one more request from our side, QPHA, especially Kannur unit, we are very familiar. Archana is very not new to us, because as she told,
even before contacted and conducted in our seminar session like CMEs. And in future also we may require your help, Archana. We may require your some sessions, QPHA, that time timely. So I request your help also. But Definitely, anyway, sir, definitely. okay, sure. Anyway, very, very thank you very much.